വഅലൈക്കുമുസ്സലാം. ഒരുക്കത്തിലാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ 10 മണി കഴിയുമ്പോ കീയണമെന്നാ വിചാരിക്കണത്. നിങ്ങൾ ബേജാറാവണ്ട ഹാരിസ്ക. നിങ്ങൾ ഒരു 11:30 മണി കഴിയുമ്പോ എയർപോർട്ടിലേക്ക് എത്തിയാ മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. ഓക്കെ എന്നാ. കോഴിക്കോട്. എന്റെ പേര് മജീദ്. ഞാനിപ്പോ ഷാർജന്നാ. ഇവിടെ എനിക്ക് പടച്ചോനെത്തിച്ചിട്ട് തരക്കേടില്ലാത്തൊരു ജോലിയുണ്ട്. ഇന്ന് രാത്രി 2 മണിയുടെ ഫ്ലൈറ്റിന് ഞാൻ നാട്ടിലേക്ക് മടങ്ങുക. 4 വർഷത്തിട്ട് ഒരു മടക്കയാത്ര. കോഴിക്കോടുന്ന് കണ്ണൂർക്ക് പോണ റൂട്ടില് കാപ്പാടെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. നിങ്ങളും കേട്ട് കാണും. ഞാനും പഠിച്ചിക്കണേ. വാസ്കോഡ ഗാമ ആദ്യമായിട്ട് കേരളത്തിൽ കാലുകുത്തിയ സ്ഥലം. ആടെ എനിക്കൊരു കുടിലുണ്ട്. കുടിലെന്ന് വെച്ചാ അത് ലേശം മൂടിയൊക്കെ ആക്കിക്കണ്ടാ. എന്നാലും അതെനിക്ക് എന്റെ കുടില. എന്റെ ഉമ്മാന്റെ മണമുള്ള എന്റെ കുടില്. ആടെ പോ. എന്റെ ഓള് സൈന, ഞാളെ പുന്നാര മോൻ സുൽഫി, പിന്നെ ഓലിക്ക് കൂട്ടിന് ഓളുമ്മയും. സുൽഫി മോൻ ജനിച്ചിട്ട് ഞാൻ പിന്നെ നാട്ടിലേക്ക് പോയിട്ടില്ല. ഞാനിങ്ങോട്ട് പോരുമ്പോ സൈനാക്ക് ഓനെ 3 മാസം പള്ളയില. ഞാനാടെ ഇല്ലാച്ചാലും ഓളും എന്റെ അടുത്ത് ഉപ്പാന്റെ വീരകഥകൾ പറഞ്ഞു പറഞ്ഞ് ഇന്ന് ഓന്റെ മുന്നില് ഞമ്മള് വല്ലാത്തൊരു നായകനാ. അതിനിടയില് കഴിഞ്ഞോലും നമ്മുടെ ഉമ്മ പോയിക്കണ്ട. അന്ന് നമുക്ക് പോവാനായിക്കില്ല. നീ വീട്ടിക്കില്ലേ? എന്റെ ഉമ്മാക്ക് ഇനി സ്വർഗം കൊടുക്കണേ റബ്ബേ. പടച്ചോനോട് തേടന്നെ. ഏടുന്നായാലും എന്റെ ഉമ്മാക്ക് ഇനി അത് കൊടുക്കാനല്ലേ എനിക്ക് കഴിയൂ. നാട്ടിൽ കാര് പോണെന്നറിഞ്ഞാലും കുപ്പായവും കളിപ്പാട്ടവും ഒക്കെ കൊടുത്തയക്കും. ഇപ്പോഴും വാങ്ങിക്കണ തോന. ഓള് പറയുന്നതൊന്നും വേണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി. ഇത് എന്നെ ഓനുള്ള ഏറ്റവും വലിയ സമ്മാനമൊന്നും. എന്നാലും അതല്ല, ഓനും ഇല്ലേ ഒരു പൂതി. ഉപ്പാന്റെ കയ്യിൽ നിന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ വാങ്ങാനും ചങ്ങായിമാർക്ക് കാണിക്കാനുമൊക്കെ നമ്മളിതൊക്കെ എത്ര കൊതിച്ചിക്കണം. എന്റെ പെമ്പർനോത്തിയ ആളൊരു ബേജാറുകാരത്തിയാണ്. എനിക്ക് ലേശം കൊളസ്ട്രോളിന്റെ ഇതോളോട് പറഞ്ഞ് അന്ന് തുടങ്ങിക്കണ്. ഇന്നും വിളിച്ചിട്ട് ഇന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിനാ എന്താ ഇതിപ്പോ എന്നും നോക്കാൻ. മാസത്തിൽ 1-2 മറി നോക്കിയാ പോരെ. ഇതുണ്ട് ഓളോട് പറഞ്ഞാ തിരിയണ്. നിങ്ങക്ക് വേറൊന്ന് കാണണ. ഇത് കണ്ട വിക്സ. ഇത് നാട്ടിൽ നിന്നെങ്ങാനും ഓള് കൊടുത്തയച്ചതാ. ഇതിപ്പോ ഇവിടെ കിട്ടാത്ത സാധന. എന്നാലും ഒന്നുണ്ടട്ടാ, ഇത് പറ്റുമ്പളേ ഓളെ സ്പർശം ഞാൻ അറിയണ്ട്. നാട്ടിലേക്ക് പോകാൻ ലീവ് ശരിയായ പിന്നെ ഊണുമില്ല ഉറക്കുമില്ല. ഓളെയും കുട്ടീനെയും കാണാൻ മനസ്സിൽ പൂതി പെരുക്കുക. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞാ തിരിയോ? ഇതൊരു ഗൾഫുകാരനെ തിരിയൂ. 2 ദിവസമായിട്ട് ഉറങ്ങാനിട്ടാവും. വല്ലാത്ത മേലും കൈയും വേദന, തല പൊളിയണ പോലെ. ലേശം നേരം ഞാനൊന്ന് കിടക്കട്ടെ. കീയണേന് 1/2 മണിക്കൂർ മുന്നേ ഓള് വിളിക്കും. ഇനി ഇന്നെങ്ങാനും ഞാനിവിടെ കിടന്നുറങ്ങിപ്പോയിട്ട് ഫ്ലൈറ്റ് മിസ്സായി ഓളെ പിയാപ്പിളക്ക് ഇന്നും അങ്ങോട്ട് എത്താൻ പറ്റിയില്ലെങ്കിലോ ഒക്കുണ്ടേ ബേജാറ്. ഞാൻ കിടക്കട്ടെ. എന്റെ മുത്തേ സൈന, ഞാൻ അടുത്തേക്കില്ല മോളെ. എന്നെ എന്റെ റബ്ബ് വിളിച്ചെടുക്കണം ഉമ്മാടെ അടുത്തേക്ക്. എനക്കും എന്റെ മോനും ഇനി റബ്ബ് ഉണ്ട് തോന്നാം.